രാഹുലിന് വേണ്ടി വാദിക്കുന്നവർ ഇപ്പോഴും രാഹുലിനെ നേരത്തെ സംരക്ഷിച്ചിട്ടുള്ള ഷാഫി പറമ്പിൽ അടക്കമുള്ളവരാണ്. ഇന്ന് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് ദിവ്യ. അപ്പോൾ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നില്ല. ഒരു ആരോപണം വന്നു, ആരോപണത്തിന്റെ പിന്നാലെ തന്നെ പാർട്ടി പദവി ഒഴിഞ്ഞ് രാജിവെച്ചു. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തതെന്ന് അവകാശപ്പെടുകയാണ് ഷാഫി പറമ്പിൽ ചെയ്തത്. അത്തരം ഷാഫി പറമ്പിലെ പോലുള്ള നേതാക്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുക എന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, മറ്റു ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം രാജിവെക്കുക എന്നുള്ളത് ഒരു കേസില്ല, കോടതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവില്ല, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, പരാതി അതായത് ഇരകൾ എന്ന് പറയുന്ന ആരും തന്നെ പരാതിയുമായി നേരിട്ട് പോലീസിലെത്തിയിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ രാജിവെക്കേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് കുറെ നേതാക്കൾക്കുള്ളത്. അത് രാഹുൽ മാങ്കൂട്ടം എന്ന നിലയിൽ മാത്രം സ്വീകരിക്കുന്നതല്ല. അങ്ങനെ രാജിവെച്ചാൽ അത് തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അത്തരക്കാരുടെ വാദം. പക്ഷേ കോൺഗ്രസ് പുതിയ രാഷ്ട്രീയ ധാർമ്മികതകൾ കേരളീയ സമൂഹത്തെ പരിചയപ്പെടുത്തണം, കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ വെക്കണം എന്ന നിലപാടാണ് വി.ഡി. സതീശന്, പ്രതിപക്ഷ നേതാവിന് ഉള്ളത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അക്കാര്യത്തിൽ കടുത്ത നിലപാടെടുക്കുകയാണ്. ജനപ്രതിനിധി സ്ഥാനം കൂടി രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ളവരുമായി നിയമസഭയിലേക്ക് പോകാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ഇതിനു പിന്നാലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനുണ്ട്. അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കണക്കിന് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകാൻ കോൺഗ്രസിനാവില്ല. പക്ഷേ അടുത്ത 9 മാസക്കാലം രാജിവെപ്പിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതും പാർട്ടിയെ ചോദ്യം ചെയ്യപ്പെടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാജി വേണമെന്ന നിലപാട് വി.ഡി. സതീശൻ എടുക്കുന്നത്. അപ്പോഴും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ കേരള നേതാക്കൾക്കിടയിൽ ആദ്യമായി ഒരു സമവായം സൃഷ്ടിക്കപ്പെടണം. ആ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ഹൈക്കമാൻഡിന്റെ വിഷയത്തിൽ ഇടപെടുകയും നിലപാടെടുക്കുകയും ചെയ്യേണ്ടത്. കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ബീഹാറിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയതായി ചില സൂചനകളുണ്ട്. അക്കാര്യത്തിൽ ഡൽഹിയിൽ നിന്ന് സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ കൂടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉണ്ട്. അവരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തണം. KPCC അധ്യക്ഷൻ അടക്കമുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടതിനു ശേഷം വേണം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. അതുകൊണ്ട് രാജി എന്നത് സമയമെടുക്കുന്ന പ്രക്രിയ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര നാൾ ഇങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ രാഹുലിന് വീടിന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരു MLA ആണ് എന്ന് ഓർക്കണം. ആ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇന്നിപ്പോൾ വന്ന ഓഡിയോ സന്ദേശമൊക്കെ കേൾക്കുമ്പോൾ അതിൽ ഭീഷണിയുടെ, താക്കീതിന്റെ ഒക്കെ ഒരു ഭാഷയാണ് രാഹുലിൽ നിന്നുണ്ടായിട്ടുള്ളത്, നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതിന്റെ. അതുമാത്രമല്ല, ഷാഫിയും പ്രതിരോധത്തിലാണ്, രാഹുലിനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ ആരോപണങ്ങൾ നേരിടേണ്ടി വരികയാണ്. അപ്പോൾ എത്ര ദിവസം ഈ പ്രതിരോധം നടക്കും കോൺഗ്രസിന്? കോൺഗ്രസിന് ഇതിനെ സംബന്ധിച്ച് ഒരു സുചിന്തിതമായ തീരുമാനം വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചേരേണ്ടി വരും. കോൺഗ്രസിനുള്ളിൽ ഒരു സമവായം സൃഷ്ടിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ CPM-ഉം കോൺഗ്രസും ഒക്കെ തന്നെ സ്വീകരിച്ച രീതികളാണ് ഇക്കാര്യത്തിൽ പിന്തുടരാൻ പോകുന്നതെങ്കിൽ അതും പൊതുസമൂഹത്തോട് പറയേണ്ടി വരും. അല്ലാതെ ഉരുട്ടി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താ സമ്മേളനം മാറ്റിവെച്ചതിനെ അദ്ദേഹം രാജി പ്രഖ്യാപിക്കാനാണ് ആ വാർത്താ സമ്മേളനം വിശദീകരിച്ചതെന്ന് ഞാൻ അപ്പോഴും കരുതിയിട്ടില്ല. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് ഉച്ചവരെയും രാഹുൽ മാങ്കൂട്ടം എടുത്ത ഒരു നിലപാടുണ്ട്. ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നേയില്ല. അതിനിടയിലാണ് പുതിയ ചില ശബ്ദരേഖകളും മറ്റും പുറത്തേക്ക് വന്നത്. സ്വാഭാവികമായും അത് രാഹുലിനെ പ്രതിരോധത്തിലാക്കി. അക്കാര്യത്തിൽ അദ്ദേഹം ഒരു വിശദീകരണം നൽകാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വിശദീകരിച്ച് വഷളാക്കേണ്ടതില്ല എന്നായിരുന്നു നേതാക്കളുടെ പൊതു അഭിപ്രായം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്തൊക്കെ വിശദീകരണം നടത്തിയാലും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാവാം. അത് രാഹുൽ മാങ്കൂട്ടത്തെ വ്യക്തിപരമായി മാത്രമല്ല കോൺഗ്രസിനെ കൂടുതൽ ഓരോ നിമിഷവും പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പാർട്ടി പദവി മാത്രം ഒഴിഞ്ഞുകൊണ്ട് മുഖം രക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിന് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കേരളീയ സമൂഹത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. MLA സ്ഥാനത്ത് നിന്നുള്ള രാജി നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാലക്കാട്ടേക്ക് തിരിച്ചു പോകാനായിട്ടാണ് അടൂരിലെ വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ പാലക്കാട്ടേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കും എന്ന ചോദ്യം കൂടി ഉണ്ട്. അതിനൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. രാജിക്കാര്യം ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എത്ര നാൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് വഴിമാറി നടക്കാൻ കഴിയുമെന്നത് മറ്റൊരു ചോദ്യമാണ്. അങ്ങനെ കോൺഗ്രസ് നേതൃത്വവും KPCC നേതൃത്വവും ഒക്കെ മറുപടി പറയേണ്ട വളരെ ഗുരുതരമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ സ്വാധീനവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇരകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഇരകളെ തനിക്ക് നേരെയുള്ള ആരോപണങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു, നിർബന്ധിതമായി ഗർഭചിത്രത്തിന്
പ്രതിഷേധത്തിന് നിർബന്ധിക്കുന്നു എന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്ര ഗുരുതരമായ തെറ്റ് ചെയ്ത ഒരാളെ എങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് ഇനി കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ചോദ്യം. അതിൽ വി.ഡി. സതീശന്റെ നിലപാടിനൊപ്പമാണോ കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കളും, അതോ എല്ലാം കോടതിയിൽ എന്തെങ്കിലും വന്ന് കോടതി ഉത്തരവിട്ട ശേഷം മാത്രം തീരുമാനമെടുക്കാം എന്നൊക്കെ കരുതുന്നവർക്കൊപ്പമാണോ ഉള്ളത് എന്നുകൂടി കോൺഗ്രസ് നേതൃത്വമാണ് വിശദീകരിക്കേണ്ടത്. അടിമുടി കോൺഗ്രസ് രാഷ്ട്രീയമായി പ്രതിരോധത്തിലായി കഴിഞ്ഞിരിക്കുന്നു.